നമസ്കാരം. ഇൻഡക്ഷൻ മോട്ടോറുകളുടെ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എഞ്ചിനീയറിംഗിനും ഡിപ്ലോമക്കും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ കർവ് വെച്ച് എങ്ങനെ ഒരു ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഈ വീഡിയോ. ഈ വീഡിയോ ചെയ്യാൻ ഞാൻ എക്സാമ്പിളായി എടുത്തിരിക്കുന്നത് നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ കണ്ടു ശീലിച്ച മുളകും അരിയൊക്കെ പൊടിക്കുന്ന നമ്മളെ നാട്ടുമ്പുറത്തെ ഫ്ലോർ മില്ലിലെ മോട്ടറും അതിന്റെ ലോഡായ മില്ലിംഗ് മെഷീൻ, അതായത് പൊടിക്കുന്ന യന്ത്രവുമാണ്. ഇതാണ് ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്. നമ്മൾ ഇത് വരച്ചിരിക്കുന്നത് ടോർക്കും സ്ലിപ്പും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഈ പ്രൊപ്പോർഷണാലിറ്റിയിൽ നിന്നാണ്. ഇതിന്റെ എക്സ് ആക്സിസിൽ നമ്മൾ സ്പീഡും വൈ ആക്സിസിൽ ടോർക്കും വരയ്ക്കുന്നു. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സ്ലിപ്പ് കുറഞ്ഞു വരും. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സിങ്ക്രോണസ് സ്പീഡും റോട്ടറിന്റെ ആക്ച്വൽ സ്പീഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇങ്ങനെ സ്പീഡ് കൂടുമ്പോൾ ടോർക്കിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഈ കർവിൽ വരച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് മോട്ടോർ ടോർക്കാണ്. മോട്ടോർ ടോർക്ക് എന്ന് പറഞ്ഞാൽ മോട്ടോർ അതിന്റെ ലോഡിലേക്ക്, മോട്ടോർ ഒരു കറക്കുന്ന ഒരു ലോഡ് ഉണ്ടാകാം. നമ്മുടെ മില്ലിംഗ് ഫ്ലോർ മില്ലിൽ അത് മില്ലിംഗ് മെഷീനാണ്. ആ മില്ലിംഗ് മെഷീന്റെ ഷാഫ്റ്റിലേക്ക് കൊടുക്കുന്ന ടോർക്കിനെയാണ്, മോട്ടോർ ഷാഫ്റ്റിലേക്ക് കൊടുക്കുന്ന ടോർക്കിനെയാണ് മോട്ടോർ ടോർക്ക് എന്ന് പറയാം. ഇതുപോലെ തന്നെ നമ്മുടെ ലോഡിന് മില്ലിംഗ് മെഷീന്റെ ഉള്ളിലും ഒരു ടോർക്ക് ഉണ്ടാകും. ആ ടോർക്ക് നമ്മൾ ആ മില്ലിംഗ് മെഷീനിൽ അരിയോ അതുപോലുള്ള കാര്യങ്ങളോ ഫീഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓപ്പോസിഷൻ, അതോടൊപ്പം തന്നെ അതിന്റെ ബെയറിംഗിലെ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ഓപ്പോസിഷൻ കാരണം ലോഡ് തിരിച്ച് മോട്ടറിന്റെ മേലെ കൊടുക്കുന്ന ഒരു ഓപ്പോസിറ്റ് ടോർക്കിനെയാണ് നമ്മൾ ലോഡ് ടോർക്ക് എന്ന് പറയുക. അതിന്റെ ടോർക്ക് സ്പീഡ് കർവ് കൂടി നമ്മൾ ഇവിടെ വരക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. നമുക്ക് വരക്കാം. ആദ്യം തന്നെ, അതായത് സ്റ്റാർട്ടിംഗ് സമയത്ത് അവിടെ ഒരു ലിമിറ്റിംഗ് ഫ്രിക്ഷനെ ഓപ്പോസ് ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് ടോർക്ക്, സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറച്ച് കൂടുതലായിരിക്കും. അതിനുശേഷം ടോർക്ക് കുറയുകയും പിന്നീട് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ടോർക്ക് ചെറുതായി കൂടുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മുടെ മില്ലിംഗ് മെഷീന്റെ ടോർക്ക് സ്പീഡ് കർവ് എന്ന് നമുക്ക് കരുതാം. ഇത് സ്റ്റാർട്ടിംഗ് സമയം. ഈ സ്റ്റാർട്ടിംഗ് സമയത്ത് മോട്ടറിന്റെ ടോർക്ക് ഇതാണ്, ലോഡിന്റെ ടോർക്ക് ഇതാണ്. ലോഡ് ടോർക്കിനേക്കാൾ കൂടുതലാണ് മോട്ടോർ ടോർക്ക് എങ്കിൽ മാത്രമേ മോട്ടർ സ്റ്റാർട്ടായി കറങ്ങി അതിനെ ആക്സിലറേറ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെ ഈ കണ്ടീഷനിൽ എല്ലായിടത്തും മോട്ടോർ ടോർക്ക് ലോഡ് ടോർക്കിനേക്കാൾ കൂടുതലാണ്. ഈ ലോഡ് ടോർക്കും മോട്ടോർ ടോർക്കും തമ്മിലുള്ള വ്യത്യാസത്തിന് നമ്മൾ ആക്സിലറേഷൻ ടോർക്ക് എന്ന് പറയും. ആക്സിലറേഷൻ ടോർക്ക് എന്ന് പറയും. ഈ ടോർക്ക് കാരണമാണ് മോട്ടറിന്റെ സ്പീഡ് കൂടുന്നത്. ഏതെങ്കിലും രീതിയിൽ ലോഡ് ടോർക്ക് മോട്ടോർ ടോർക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ മോട്ടറിന്റെ സ്പീഡ് കുറയും. ലോഡ് ടോർക്കും മോട്ടോർ ടോർക്കും ഈക്വൽ ആകുന്ന പോയിന്റിൽ സ്പീഡ് കൂടാതെയും കുറയാതെയും മോട്ടർ റൺ ചെയ്യും. ഈ കണ്ടീഷനാണ് ഉള്ളത്. ഇങ്ങനെ മോട്ടറിന്റെ സ്പീഡ് കൂടി കൂടി വരുന്നു. ലോ ടോർക്കും മോട്ടോർ ടോർക്കും തമ്മിലുള്ള സ്പീഡ് ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് ആക്സിലറേഷനും കൂടുന്നു. അങ്ങനെ ടോർക്ക് കൂടുകയും പിന്നെ ടോർക്ക് കുറഞ്ഞ് ഒരു പോയിന്റിൽ എത്തുന്നു. ഈ പോയിന്റിലാണ് മോട്ടോർ വർക്ക് ചെയ്യുക. ഇത് നമ്മൾ നോ ലോഡ് കണ്ടീഷനാണ്. അതായത് നമ്മുടെ മില്ലിംഗ് മെഷീനിൽ നമ്മൾ ഒരു രീതിയിലും നമുക്ക് പൊടിക്കേണ്ട മെറ്റീരിയൽ, അരിയോ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളൊന്നും ആഡ് ചെയ്തിട്ടില്ല. സാധാരണ രീതിയിൽ അങ്ങനെയാണ് നമ്മുടെ മില്ലുകളിലൊക്കെ മോട്ടോർ നോ ലോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കണ്ടീഷനിൽ നമ്മൾ മോട്ടോർ ടോർക്കും ലോഡ് ടോർക്കും ഈക്വൽ ആകുന്ന കണ്ടീഷനിൽ മോട്ടോർ വർക്ക് ചെയ്യും. ഈ സ്പീഡിലാണ് വർക്ക് ചെയ്യുക. ഈ സമയത്ത് ലോഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ബെയറിംഗിലെ ഫ്രിക്ഷനും അതോടൊപ്പം തന്നെ വിന്റേജ് കാരണം ഉണ്ടാകുന്ന റെസ്ട്രിക്ഷനൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു ടോർക്ക് മാത്രമാണ് ഈ നോ ലോഡ് ടോർക്ക്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ലോഡ് ചെയ്യുന്നു. അതായത് നമ്മൾ അതിൽ അരി അല്ലെങ്കിൽ നമുക്ക് പൊടിക്കേണ്ട വസ്തു ഏതാണോ അത് ആഡ് ചെയ്യുന്നു. അതിന്റെ ഫലമായി ലോഡ് ടോർക്ക് കറങ്ങാൻ കുറച്ച് ഓപ്പോസിഷൻ വരും. ലോഡ് ടോർക്ക് അതിന്റെ ഫലമായിട്ട് കൂടും. അങ്ങനെ ലോഡ് ടോർക്ക് കൂടുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ലോഡ് ടോർക്ക് കൂടി, ലോഡ് ടോർക്ക് ഇങ്ങനെ കൂടിയെന്ന് വിചാരിക്കുക. ഇങ്ങനെ കൂടുമ്പോൾ, ലോഡ് ടോർക്ക് ഇങ്ങനെ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മോട്ടോർ ടോർക്ക് കൂടുന്നില്ല, പക്ഷെ ലോഡ് ടോർക്ക് കൂടി. അതുകൊണ്ട് സ്പീഡ്, മോട്ടറിന്റെ സ്പീഡ് കുറയും. മോട്ടറിന്റെ സ്പീഡ് കുറഞ്ഞതിന് ശേഷം ഈ പോയിന്റിലെത്തി. ഈ പോയിന്റിലെത്തുമ്പോൾ നമുക്ക് വീണ്ടും മോട്ടോർ ടോർക്കും ലോഡ് ടോർക്കും ഈക്വലായി. അതായത് അടുത്തൊരു സ്റ്റേബിൾ പോയിന്റായി. നമ്മൾ അരിയിടുകയും ലോഡ് ടോർക്ക് കൂടുകയും അതിന്റെ ഫലമായി സ്പീഡ് കുറയുകയും ചെയ്തു. ഇങ്ങനെ സ്പീഡ് കുറയുമ്പോൾ മോട്ടോർ ടോർക്ക് കൂടി, ലോഡ് ടോർക്കിനനുസരിച്ച് മോട്ടോർ ടോർക്കും കൂടി. രണ്ടും ഈക്വലായി അടുത്തൊരു സ്റ്റേബിൾ പോയിന്റായി. ഇങ്ങനെ നമുക്ക് അരിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ട് ലോഡ് ടോർക്ക് കൂട്ടി 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 എവിടെ വരെ എത്തിക്കാം? ഇവിടെ വരെ എത്തിക്കാം. ഈ റീജിയനൊക്കെ സ്റ്റേബിൾ ആയി. കാരണം നമ്മൾ ലോഡ് ടോർക്ക് കൂടുന്നതനുസരിച്ച് സ്പീഡ് കുറയും, ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടോർ ടോർക്ക് കൂടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ റീജിയനെ സ്റ്റേബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഇനി ഇതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ നമ്മൾ വീണ്ടും ലോഡ് ടോർക്ക് കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് കുറയും. പക്ഷെ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ
സംഭവിക്കുന്നത് മോട്ടോർ ടോർക്കും കുറയും. അങ്ങനെ മോട്ടോർ ടോർക്ക് കുറയും, ലോഡ് ടോർക്കും മോട്ടോർ ടോർക്കും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുകയും ചെയ്താൽ അത് മോട്ടറിനെ ഡീസലറേറ്റ് ചെയ്ത് അതിന്റെ സ്പീഡ് കുറച്ച് അവസാനം മോട്ടർ നിന്ന് പോകാൻ കാരണമാകും. അതുകൊണ്ട് ഈ പോയിന്റ് വരെ മാത്രമേ നമുക്ക് ഈ കർവ് അനുസരിച്ച് തിയററ്റിക്കൽ കേസിൽ മോട്ടറിനെ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനുശേഷം ലോഡ് ചെയ്താൽ മോട്ടർ നിന്ന് പോകും. അതുകൊണ്ട് ഇവിടെയുള്ള ടോർക്കിനെ നമ്മൾ പുൾ ഔട്ട് ടോർക്ക് എന്ന് പറയും. ഇതൊരു തിയററ്റിക്കൽ കണ്ടീഷനാണ്. ആക്ച്വൽ കണ്ടീഷനിൽ മോട്ടറിന്റെ ഫുൾ ഔട്ട് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഈ റീജിയനിൽ ഇവിടെയാണ് വരിക. കാരണം ഇതിന്റെ അടുത്തേക്ക് പോകാറില്ല. ഏതെങ്കിലും രീതിയിൽ ടോർക്ക് കൂടിയാൽ അത് നിന്ന് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ റീജിയനിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ സാധാരണ ഫുൾ ഔട്ട് ടോർക്ക് മോട്ടറിൽ ഡിസൈൻ ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് മോട്ടറിന്റെ സ്റ്റേബിൾ റീജിയനും അതോടൊപ്പം തന്നെ അൺസ്റ്റേബിൾ റീജിയനും മനസ്സിലായി. ഒരു മോട്ടർ സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോഡ് കൂടുന്നതിന്റെ ഫലമായി മോട്ടറിന്റെ സ്പീഡ് കുറയുകയും അതിന്റെ ഫലമായി മോട്ടറിന്റെ ടോർക്ക് കൂടുകയും മോട്ടോർ ടോർക്കും ലോഡ് ടോർക്കും വീണ്ടും ഈക്വലാവുകയും ചെയ്താലാണ് നമ്മൾ ഇതിന് സ്റ്റേബിൾ പോയിന്റ് എന്ന് പറയുക. ഇതിൽ ഈ റീജിയൻ മാത്രമാണ് സ്റ്റേബിൾ. ഇനി നമ്മൾ പല ടൈപ്പ് മോട്ടോറുകൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ധാരാളം DC മോട്ടോറുകൾ പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇതേപോലെയാണോ നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷണ്ട് മോട്ടറും സീരീസ് മോട്ടറും അങ്ങനെയുള്ള എല്ലാ മോട്ടോറുകളിലും ലോഡ് ടോർക്ക് കൂടുന്നതിന് ഫലമായി സ്പീഡ് കുറയുകയും മോട്ടോർ ടോർക്ക് കുറയുന്ന കർവാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറിൽ ലോഡ് ടോർക്ക് കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് കുറയുകയും എന്നാൽ മോട്ടോർ ടോർക്ക് കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് അത് സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ റെയർ ആയിട്ട് മാത്രമാണ് നമ്മൾ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടർ ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം ഇതാണ്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മോട്ടറിന്റെ സ്റ്റേബിൾ റീജിയൻ എന്നും അൺസ്റ്റേബിൾ റീജിയൻ എന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മോട്ടറിന്റെ ടോർക്ക് പോലെ തന്നെ ലോഡ് ടോർക്ക് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്നാണ് കരുതുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ മോട്ടറിന്റെ ടോർക്ക് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് തന്നെ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സും വെച്ചുകൊണ്ട് നമ്മൾ പല ടൈപ്പ് സ്റ്റാർട്ടറുകൾ, DOL സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ, സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടർ തുടങ്ങിയ സ്റ്റാർട്ടറുകളെ കുറിച്ചും സ്റ്റാർട്ടർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എല്ലായിടത്തും സ്റ്റാർട്ടർ ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നന്ദി.